റിപ്പോർട്ട് KJU കൊടുത്തു. തീരുമാനം എടുക്കേണ്ടത് KJU ആണ്. ഫത്വ ബോർഡും ജമിയത്തിന്റെ എക്സിക്യൂട്ടീവ് നിർവാഹക സമിതി സംയുക്തമായിട്ട് ചേർന്നു. ആ യോഗത്തിൽ സക്കരിയ സ്വലാഹിണ്ട്. അതാണ് നേരത്തെ കരുവള്ളിയും അഹമ്മദ് അലി മൗലവിയും പറഞ്ഞത്. ഞാൻ അവിടെ നിർത്തുകയാണ്. ഞാൻ അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയണില്ല. യോഗം മുഴുവൻ കഴിയോളം സക്കരിയ ഞാൻ ഒപ്പിടൂലെന്ന് പറഞ്ഞു. കരുവള്ളി കാല് പിടിച്ച് പറയും പോലെ പറഞ്ഞത്, സക്കരിയ മൗലവി നിങ്ങളൊന്ന് അള്ളാനെ വിചാരിച്ച അതിൽ ഒപ്പിടിയൊരു ഭിന്നത ഉണ്ടാകല്ലേ ഈ വിഷയത്തിൽ, അത് ഞാൻ ഒപ്പിടൂല. മദനി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. യോഗം പിരിഞ്ഞു, നന്ദി പറഞ്ഞു, പിരിഞ്ഞു പോയി. പിന്നെ ആരാ ബാക്കിന്നറിയോ? ബാക്കി TP അഹമ്മദ് മൗലവി ഉണ്ട്, ഞാനുണ്ട്, മായിൻകുട്ടി സുല്ലമിയും അതേപോലെ തന്നെ ബാക്കവി ഉണ്ട്. അത് രണ്ട് വണ്ടി രണ്ടാളും രണ്ട് വഴിക്ക് പോകാനുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. പക്ഷെ TP അഹമ്മദ് മദനി പിന്നെയും വീണ്ടും 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 പറയാണ്, സക്കരിയ ഒരു ഭിന്നിപ്പിലേക്ക് പോകല്ലേ, ഒരു പദത്തുമ പിടിച്ച് പോകല്ലേ, ഇത് ഒപ്പിട്ടാളാ, അനക്ക് എന്താ നഷ്ടം, ഇതുകൊണ്ട് വല്ല ആദർശപരമായി പ്രശ്നമുണ്ടോ? അതൊക്കെ പറഞ്ഞപ്പോഴും ഇല്ല, ഞാൻ ഒപ്പിടൂല. ഒടുവില് എന്റെ ശിഷ്യനാണല്ലോ, ഞാൻ അവസാനം കേൾക്കുന്നു വിചാരിച്ചിട്ടൊന്നും അല്ലെങ്കിലും ഞാൻ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ആ വികാരം അതാ ഞാൻ പ്രകടിപ്പിച്ചത്. ഞാൻ നിർബന്ധിച്ചതല്ല സക്കരിയ. ഒരു കാര്യം മനസ്സിലാക്കണം, അന്നെ അകറ്റാനും ഒറ്റപ്പെടുത്താനും വേണ്ടിയാണെങ്കിൽ എമ്പാടും തെളിവ് വേറുണ്ട്. പോരെങ്കിൽ ഇന്ന് ഇജ് ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞോടുകൂടി യോഗം പിരിഞ്ഞു, മിനിറ്റ്സൊക്കെ പൂട്ടിവെച്ചു, എല്ലാവരും പിരിഞ്ഞുപോയി. പിന്നെങ്കിലും എന്നോട് ഒപ്പിടാൻ പറയില്ലല്ലോ. TPയും അമലി മൗലവിയും പറയുന്നതിലുള്ള ആത്മാർത്ഥതയും സതുദ്ദേശവും ഇജ് മനസ്സിലാക്കണം. ഇത് എന്നോടുള്ള ഗുണകാംക്ഷയാണ്, വേറൊന്നുമല്ല. ഇനി ഇത് കേൾക്കണില്ലെങ്കിൽ എനിക്കും എന്നോട് അവസാനം പറയാനുള്ളത് അവസാനത്തെ വാക്കാണ് സക്കരിയ, അവസാനത്തെ വാക്കാണ്. നീ ഇത് ഒപ്പുവെക്കാതെ ഇവിടെ നിന്ന് പുറത്തു പോയാൽ ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ ഭിന്നിപ്പിന്റെ തുടക്കമാകും ഇത്. ഈ ഭിന്നിപ്പ് നാളെ ഒരു പിളർപ്പിന് കാരണമായാൽ ആ ഭിന്നിപ്പിന്റെയും പിളർപ്പിന്റെയും പൂർണ്ണമായ ഉത്തരവാദിത്വം സക്കരിയ നിനക്കായിരിക്കും. 2, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശിർക്കിന് ഭാഗമായി നിൽക്കുന്ന ഒരു പിടി ആളുകളുണ്ട്. നീ അവരുടെ ഇമാമാകും, അവർ നിന്നെ നേതാവാക്കും. ഇല്ല സർ, ഞാനത് ചെയ്യില്ല. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ നിന്നെക്കൊണ്ട് ആ സ്ഥാനം ഏറ്റെടുപ്പിക്കും. 3, ഈ ആളുകൾ ശിർക്ക് ചെയ്യുന്നതിന്റെ പാപഭാരം നീ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ സക്കരിയ ആ കസേരയിൽ ഇരുന്നു. സർ, ഞാൻ ഒപ്പുവെക്കാം എന്ന് പറഞ്ഞു. എന്റെ വാചകങ്ങൾ പ്രായമധികമായില്ല, ബുദ്ധിക്കൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ ഞാൻ ഓർക്കുന്നു, അതുപോലെ നിങ്ങളോട് പറയുന്നു. ഞാൻ പറഞ്ഞു, സക്കരിയ എനിക്ക് വേണ്ടി നീ ഒപ്പിടണ്ട, ആലോചിച്ചോ. പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഒപ്പിട്ടാൽ മതി. സക്കരിയ ആലോചിച്ചു, സമയമെടുത്തു. എന്നിട്ട് പറഞ്ഞു, സർ, ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെയാണ് ഒപ്പിടുന്നത്. ഞാൻ മിനിറ്റ്സ് ബുക്ക് പൂട്ടിവെച്ചത് തുറന്നു, അതിന്റെ ഉള്ളിൽ എഴുതി വെച്ച ഫെയർ കോപ്പി എടുത്തു, മുമ്പിൽ വെച്ചുകൊടുത്തു. സക്കരിയ അവസാനത്തെ ഒപ്പ് KK സക്കരിയ സ്വലാഹി എന്നെഴുതി ഒപ്പുവെച്ചു. TP കെട്ടിപ്പിടിച്ചു, അഹമ്മദ് അലി മദനി കെട്ടിപ്പിടിച്ചു. ഞാനും സക്കരിയയെ ആശ്ലേഷിച്ചു. എന്റെ കൂടെ വണ്ടിയിൽ കയറ്റി മദീനത്തുലും